പിടിച്ച് കിടക്കുന്നത് അത് പൊടി പകരണോ അത് നോക്കിയിരുന്നത് എല്ലാവർക്കും വേണം പകത്ത് അച്ഛന് കൊതി പിടിക്കണ്ട പനീര് ചുട്ട് കയ്യേ കാര്യങ്ങളൊക്കെ വരണ സാധനങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞ കേക്കണില്ലല്ലോ. കോള് കട്ടായി പോണ്ട. കോള് വരുന്നുണ്ടാ? പണി കഴിഞ്ഞില്ലേ? എപ്പോഴാ വരാ? കൊഴപ്പില്ല ബെല്ലൊക്കെ വാങ്ങിട്ട് ഒരു 5 പാക്കറ്റ് വാങ്ങിട്ട് കാപ്പിപ്പൊടി കാപ്പി ഒരു 5 എണ്ണം കാപ്പിപ്പൊടി 5 പിന്നെ ചുക്കാപ്പിയുടെ കട്ട 2 പാക്കറ്റ് ഇതൊക്കെ വാങ്ങിക്കണെങ്കിൽ ഒറിജിനൽ പേപ്പർ കാണിക്കണം, ഷോ കാണിക്കണം. വേറെ പേപ്പർ കിട്ടിയില്ല. എന്നാ പിന്നെ കെട്ടുകൂട്ടി അവിടെ ഇരുന്നോട്ടെ പാട്ടയക്കാനായിട്ടു. മമ്മി വാസ് വെരി താങ്ക്സ്. എനിക്ക് അതായത് നിനക്ക് അതിന്റെ പിന്നെ നമ്പർ അറിയണ്ട. അതാണെങ്കിൽ കുറച്ച് താഴെയാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല, മനസ്സിലാവണ്ട. അത് ഓക്കെന്നായിരിക്കും. അമൗണ്ട് വാസ് വെരി ബിഗ് അല്ലേ, അതാണ്. ശരി, ഇനി അത് മറ്റേ പൈസ ഉണ്ടാക്കണം, അതേ പറയണേ. അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ചക്ക് വേറെ എടുക്കായിരിക്കും നല്ലത്. അടുത്ത ആഴ്ചക്ക് മുഴുവൻ പോയി. അടുത്ത ആഴ്ചക്കാ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാല്ലേ? ക്രിസ്മസ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാല്ലേ? നടക്കില്ല, ഭയങ്കര എമൗണ്ട് ആയി. ഇനി 10 വേണം. എനിക്ക് അതിന്റെ പ്രാന്ത് കൂടി അതിന് മുമ്പിൽ കിട്ടും. 3000 കിട്ടുള്ളൂ. ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 10 അച്ഛനോട് പറഞ്ഞിട്ട്. കണ്ട് അല്ല, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യാ? അത് പറ. പൈസ ക്യാൻസൽ ആക്കിയാലോ? ഒന്നും ചെയ്യാനില്ല, ക്യാൻസൽ ആക്കി കൂടാ. അല്ലാണ്ട് സാമാനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും കടയില്. കൊറിയർ അയച്ച കൊറിയർ കൊടുത്തയക്കാം. 30 കിലോനോ? ആരെങ്കിലും കൊടുത്തയക്കടാ. 30 കിലോനോ? 30 അല്ലേ? ഇമ്പോർട്ടന്റ് ഐറ്റംസ് ആരെങ്കിലും വരുമ്പോ കൊടുക്കാൻ കുറച്ച് പറ്റുള്ളൂ. കഷ്ടായില്ലോ. സാധനം വാങ്ങിച്ചാ കണ്ടത് എവിടെ ഇപ്പൊ പൊട്ടിച്ചതാ. എന്തുട്ടാണ് നോക്ക്, വണ്ടിയിലായിരിക്കും. ഇത് ഈ സാധനം മരത്തില് പൊട്ടിച്ചേറിയത് ബബിൾസ്. നമ്മളിന്നലെ 2 ദിവസം മുന്നേ കഴിച്ചില്ലേ ബബിൾസ് നാരങ്ങ? മരത്തിനെ പൊട്ടിച്ചത്. മരത്തിനെ പൊട്ടിച്ചത്. 5 100 രൂപ. അല്ല, ഇനിയിപ്പോ ഇതൊക്കെ കിട്ടാൻ എന്താ ചെയ്യാ? അല്ല, ഇനിയിപ്പോ നാളെ അല്ലേ ടിക്കറ്റ് എടുത്തിരിക്കണേ? അല്ല, ഇപ്പൊ ഞാൻ നാളെ കേറി പോന്നോട്ടല്ലേ? അല്ല, ഇപ്പൊ നാളെ കേറി പോന്നോട്ടല്ലേ? ഐ, ടിക്കറ്റ് എടുത്തില്ലേ? ടിക്കറ്റ് എടുത്തില്ലേ? ഐ, വിസ ഇല്ലാണ്ട് വരാൻ പറ്റില്ലല്ലോ. വിസ ഇല്ലാണ്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും ടിക്കറ്റ് എടുത്തല്ലേ? അപ്പൊ പിന്നെ കേറി പോന്നോട്ടെ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നമുക്ക് ആറോപ്പില് തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചോക്കാം. പിള്ളാച്ച് വിഷമിക്കാണ്ടിരിക്കേ, നമുക്ക് തിരുവനന്തപുരത്ത് ഒന്ന് വിളിച്ചോക്കാം.
കഴിഞ്ഞ പോലെ ഇങ്ങനെ പോണ നേരത്തെ തന്നത് അതാണ് പക്ഷെ ഇത് ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ ഭയങ്കര ഡിലേ ആയിട്ടാ കാര്യങ്ങളൊക്കെ ചെയ്യണതേ. അപ്പം കുറപ്പിക്കാനും പറ്റില്ല, അതാ ഉണ്ടായത്. നാളേക്ക് കോള് തന്നെയുണ്ട് ആട്, കോള് തന്നെയുണ്ട്. ഒരു മിനിറ്റ് കോള് തന്നെയുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് നോക്കിയേ. എങ്ങനെയുണ്ട് പവർ ചാനലില് കളിപ്പിക്കണ മാതിരി പ്രാങ്ക് പ്രാങ്ക്. കുറച്ച് ടെൻഷനായ നിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ മൂന്നാളും കൂടിയിട്ട് അമ്മേനെ പ്രാങ്ക് ചെയ്യണം. അമ്മയ്ക്ക് വിളിക്കട്ടെ ഗ്രൂപ്പ് കോള്. ഞാൻ അമ്മേനെ വീട്ടിൽ പോവാ. അപ്പൊ വീട്ടിൽ പോയിട്ട് വിളിക്ക്. വീട്ടിൽ പോയിട്ട് വിളിക്ക്. എന്തായാലും ചോദിച്ചിട്ട് പറഞ്ഞിട്ട് വിളിക്കട്ടാ. അമ്മയുടെ അടുത്ത് പറയരുത് കേട്ടോ. ഓക്കെ. വിഷമിച്ച് പൊക്കോ വേണമെങ്കിൽ. അല്ല വിഷമിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം ശ്രദ്ധിക്കും. ഞാൻ പോയി നാളെ ചെയ്യടാ. വെറുതെ പറയണോ? ഞാൻ അത് കിട്ടിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലേ ഡാഡിയോട്. ചീത്ത പറയുന്നത് വേണം. എന്താക്കി പറയും. അമ്മയ്ക്ക് നല്ല ടെൻഷൻ. വരാനുള്ള ടെൻഷൻ അല്ല, അത് ക്യാൻസൽ ഇന്നലെ അങ്ങനെ ക്യാൻസൽ 2 ദിവസം മുന്നേ ക്യാൻസൽ ആക്കണോ? 24 മണിക്കൂർ മുന്നേ ക്യാൻസൽ ചെയ്താലും പൈസ കിട്ടുള്ളൂ. 0 പൈസ കിട്ടുള്ളൂ. അപ്പൊ ഇന്നോ? ഇന്നിപ്പോ സമയം കഴിഞ്ഞില്ലേ? സമയം നോക്കിണ്ട്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. നീ എങ്ങനെ ഡിലേ ആവാം? ഞാൻ ഡാഡിയോട് പറഞ്ഞല്ലോ ആദ്യം വിസ വന്നിട്ട് ടിക്കറ്റ് എടുത്താൽ മതി. അച്ഛനെ മറ്റു കാര്യമില്ല. ഈ മാസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഞാൻ പറഞ്ഞു രണ്ടാമത് ക്യാൻസൽ ചെയ്യാൻ പോയപ്പോ ഞാൻ പറഞ്ഞു അത് എത്ര നാളെപ്പോ നീട്ടി കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കല്ലേട്ടാ. അത് നമ്മുടെ പ്രശ്നം. നാളെ ചെയ്യാൻ പറ്റില്ല. 24 മണിക്കൂറിനുള്ളിൽ ചെയ്താലും കിട്ടും. കോട്ടത്താരില്ല വിഷമിക്കണ്ട കേട്ടോ പൊന്നു. നീ വിഷമിക്കാനും മതി. അമ്മയ്ക്ക് വിഷമം. അച്ഛനെ വിളിക്ക്. വിസ കിട്ടിയേ സമയത്ത് കേട്ടാ. പ്രാങ്ക് ഞങ്ങള് വീഡിയോ എടുക്കണ്ടാവും. പ്രാങ്കാണ് പ്രാങ്ക്. ചിച്ചോ